സ്വർണ്ണ വ്യാപാര മേഖലയിൽ കൂടുതൽ വ്യാപാരികളുള്ള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ കൊണ്ടോട്ടി യൂണിറ്റിന്റെ ദ്വൈവാർഷിക സമ്മേളനവും 2025-27 കാലഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടന്നു. കൊണ്ടോട്ടി ആയിഷ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ 100-ലധികം സ്വർണം വെള്ളി വ്യാപാരികളും സംസ്ഥാന ജില്ലാ നേതാക്കളും വിവിധ സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് CT അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK അയമു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാര മേഖലയിലെ വിഷയാവതരണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT അബ്ദുറഹിമാൻ ഹാജി നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KT അക്ബർ, ട്രഷറർ നൌഷാദ് കളപ്പാടൻ, KVM കുഞ്ഞി, NV പ്രകാശ്, സലാം വേങ്ങര എന്നിവർ പ്രസംഗിച്ചു. കേസുകളിൽ സ്വർണ്ണ റിക്കവറി നടത്തുമ്പോൾ പോലീസ് ഹൈക്കോടതി വിധി പാലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. വെള്ളി ആഭരണങ്ങളെ സ്ഥാപനങ്ങളിൽ വിൽക്കാൻ പറ്റുള്ളൂ, അതുമല്ല അത് ആൾമാർക്ക് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിയമവും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അതിനെതിരെയും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറിയും കേന്ദ്ര അതിന്റെ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എഴുത്തു മുഖേനയൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള 3 കാറ്റഗറിയാണ്. ഒന്ന് 60, ഒന്ന് 70, ഒന്ന് 80. എന്താ വെച്ചാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നില്ല. അത് നമുക്ക് കിട്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അതിന് സംഘടന ഇടപെടുന്നുണ്ട്. പിന്നെ നമ്മളെയൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ റിക്കവറി. അത് ഇവിടെ നിന്നല്ല, ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ കൂടുതൽ മെമ്പർമാരുണ്ട്, കൂടുതൽ സ്വർണ്ണ കച്ചവടമുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലുണ്ടാവും. അപ്പം എൻ്റെ യൂണിറ്റ് പിലാമന്തോളാണ്, അവിടെ അത്ര ഇല്ല. കാരണം അവിടെ ആകെ 18-20 ആളുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ നമ്മുടെ നിരന്തരമായി നമുക്ക് അനുകൂലമായ ഒരു കാര്യങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാറില്ല. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുഖ്യമന്ത്രിനെ കാണാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി DGPനെ കാണാൻ വേണ്ടി പറഞ്ഞു. DGPനെ കണ്ട സമയത്ത് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ വാട്സപ്പിലുണ്ടാകും, ദുരനുഭവങ്ങൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ നാസറിന് ആ വിഷയം DGPയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു. അതിൽ DGP അപ്പൊ തന്നെ അതിന് ഈ 14 ജില്ലാ സൂപ്രണ്ടുമാർക്കും കത്തെഴുതി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് CT അബ്ബാസ്, ജനറൽ സെക്രട്ടറി മുസ്തഫ പുളിക്കൽ, ട്രഷറർ KKV സുജി എന്നിവരെ തെരഞ്ഞെടുത്തു. യൂത്ത് വിംഗ് രൂപീകരണവും നടത്തി. P കുഞ്ഞാലൻ ഹാജി, KK ചന്ദ്രൻ, മൂസ ഹാജി മാട്ര, KP ചെറീദ, MA സിദ്ദിഖ്, TK ഉണ്ണി, CK ജലീൽ, KKV ബാബു, C സിറാജുദ്ദീൻ, അബ്ദുൾ സലാം കീഴ്ശ്ശേരി, നാസർ താജ്മഹൽ എന്നിവർ പുതിയ കമ്മിറ്റിക്ക് ആശംസകൾ നേർന്നു. സംഗീത വിരുന്നിൽ യൂണിറ്റ് മെമ്പർമാർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എയർ1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.